ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, കാരണം ഇപ്പോൾ ഈ നാളുകളിൽ നടന്ന പരീക്ഷകളിലൊക്കെ കറണ്ട് അഫയേഴ്സിന് നല്ല പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. സിലബസിൽ പറയുന്നത് പോലെ 15-നും 20-നും ഇടയ്ക്കൊക്കെ കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എഴുതി തന്നെ പോവുക, നല്ലോണം പോവുക. ഓൾ ദി ബെസ്റ്റ്. ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയാണ്. ഇത് ആദ്യമായിട്ടുള്ളതായതുകൊണ്ട് നമ്മളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രിയാണ് അമീർ ഖാൻ മുത്തഖിയാണ്. ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഈ ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഈ വർഷം യോഗ്യത നേടിയ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ആദ്യമായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ യോഗ്യത നേടുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ 2025 യോഗ്യത നേടിയ ടീമായിരുന്നു ഏത്? അഫ്ഗാനിസ്ഥാൻ. ആദ്യമായി പുറത്തേക്ക് പോയത് ആരാ? ശ്രീലങ്കയാണ്. കഴിഞ്ഞ 8 സീസണിലും കളിച്ചിട്ട് 9ാമത്തെ സീസൺ ഈ വർഷം യോഗ്യതാ റൗണ്ടിൽ പുറത്തായ രാജ്യം ചോദിച്ചാൽ അത് ശ്രീലങ്കയാണ്. ഓക്കെ, ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ആരാണ്? അമീർ ഖാൻ മുത്തഖിയാണ്. അമീർ ഖാൻ മുത്തഖി. വാട്സാപ്പിന്റെ ഉപയോഗം മൗലിക അവകാശമല്ല എന്ന് നിരീക്ഷിച്ച ഇന്ത്യയിലെ കോടതി ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സുപ്രീം കോടതിയാണ്. വാട്സാപ്പ് ഉപയോഗം മൗലിക അവകാശമല്ല എന്ന് നിരീക്ഷിച്ച ഇന്ത്യയിലെ കോടതി സുപ്രീം കോടതിയാണ്. സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ, സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് MR അജിത് കുമാർ. ബിവറേജസ് LD പരീക്ഷയൊക്കെ വരാൻ പോവുകയാണ്. അടുത്ത പ്രിലിംസിൽ അതിനകത്ത് നമ്മൾ പരീക്ഷ ഈ എക്സാമും കൂടെ എഴുതുന്നുണ്ട്, ഓർത്തിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ചെയർമാൻ ആയി നിയമിതനായത് ആരാണ്? MR അജിത് കുമാറാണ്. ഓക്കെ, അടുത്ത നല്ലൊരു ചോദ്യം. കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീ ആരംഭിച്ച ഒരു പരിചരണ സേന, അതാണ് സാന്ത്വന മിത്ര. കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ ശയ്യാവലംബരായ രോഗികളുടെ പരിചരണം ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച ഒരു പരിചരണ സേനയാണ് സാന്ത്വന മിത്ര. കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീയുടെ ഒരു പ്രോജക്റ്റാണ് ഏത്? സാന്ത്വന മിത്ര. മിക്കവാറും എല്ലാ പരീക്ഷകളിലും കുടുംബശ്രീയുടെ ഒരു പ്രോജക്റ്റ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെച്ചോളണേ. ഓക്കെ, അടുത്തത് നോക്കിയ നല്ലൊരു ചോദ്യം. ഒറ്റ ദിവസം കൊണ്ട് 11 ബില്ലുകൾ പാസാക്കി റെക്കോർഡിട്ട സംസ്ഥാനമാണ് കേരളം. ഒരു ദിവസം കൊണ്ട് 11 ബില്ലുകൾ പാസാക്കി, ഒറ്റ ദിവസത്തിൽ 11 ബില്ലുകൾ പാസാക്കി റെക്കോർഡിട്ട സംസ്ഥാനമാണ് ഏത്? നമ്മുടെ സ്വന്തം കേരളം. ഒറ്റ ദിവസം കൊണ്ട് 11 ബില്ലുകൾ പാസാക്കി റെക്കോർഡിട്ടത് കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുക, സൈബർ മേഖലയിൽ പാലിക്കേണ്ട സുരക്ഷാ പാഠങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് കിഡ്സ് ഗ്ലൗ 2025. എന്താണ് ചോദ്യം? ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുക, സൈബർ മേഖലയിൽ പാലിക്കേണ്ട സുരക്ഷാ പാഠങ്ങൾ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച പ്രോജക്റ്റാണ് കിഡ്സ് ഗ്ലൗ 2025. ഒന്നുകൂടെ പറയട്ടെ. ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി. വാട്സാപ്പ് ഉപയോഗം മൗലിക അവകാശമല്ല എന്ന് നിരീക്ഷിച്ച കോടതി സുപ്രീം കോടതി. സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് MR അജിത് കുമാറാണ് സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത്. കിടപ്പ് രോഗികളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീയുടെ പ്രോജക്റ്റാണ് സാന്ത്വന മിത്ര. ഒറ്റ ദിവസം കൊണ്ട് 11 ബില്ലുകൾ പാസാക്കി റെക്കോർഡിട്ട സംസ്ഥാനം കേരളം. ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുക, സൈബർ മേഖലയിൽ പാലിക്കേണ്ട സുരക്ഷാ പാഠങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി കിഡ്സ് ഗ്ലൗ 2025. ഓക്കെ, താങ്ക് യു.